മയ്യഴിയിലെ റോഡുകളെല്ലാം ടാറിട്ട് ഭംഗിയാക്കുമ്പോഴേക്കും റോഡ് കാരണം തന്റെ പഠനം മുടങ്ങുമോ എന്ന ഭീതിയിലാണ് ഭിന്നശേഷിക്കാരിയായ സഫാന. MLAയുടെ ഇടപെടലിൽ പ്രതീക്ഷ അർപ്പിച്ചുള്ള കാത്തിരിപ്പിലാണ് സഫാനയും നാട്ടുകാരും. ചാലക്കര എക്സൽ സ്കൂളിന് സമീപത്തെ ബൈത്തുൽ സഫ്നാസിലെ സഫാനയ്ക്ക് സ്കൂളിലേക്ക് പോകുവാൻ കടമ്പകൾ ഏറെയാണ്. ജന്മന അംഗവൈകല്യമുള്ള സഫാനയുടെ ജീവിതം വീൽചെയറിലാണ്. സഫാനയുടെ കൈകാലുകൾ ഉപ്പയും ഉമ്മയുമാണ്. മാടപ്പീടിക മാനവ് സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന സഫാനയ്ക്ക് സ്കൂളിലേക്ക് പോകുവാനാവട്ടെ ഏറെ ഇഷ്ടവുമാണ്. പക്ഷേ വീട്ടുമുറ്റത്ത് വാഹനമെത്താത്തതിനാൽ സ്കൂൾ എന്ന സ്വപ്നം പലപ്പോഴും പാതി വഴിയിലാവുന്നു. വീട്ടുമുറ്റത്ത് വരെ റോഡുണ്ടെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ് കയറ്റമുള്ള റോഡായതിനാൽ 200 മീറ്റർ ദൂരത്തിലുള്ള റോഡ് വരെ മാത്രമേ വാഹനം വരൂ. സഫാനയുടെ മാതാവിന് മകളെ ചുമന്നുകൊണ്ട് റോഡ് വരെ പോകുക അസാധ്യവുമാണ്. കടയിലെ സെയിൽസ്മാനും ഹൃദ്രോഗിയുമായ പിതാവ് സലീം ഉണ്ടെങ്കിൽ മാത്രമേ സഫാനയ്ക്ക് സ്കൂളിൽ പോകാൻ സാധിക്കൂ. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നതിനിടെ പലപ്പോഴും മകളെ സ്കൂൾ വാഹനത്തിലേക്ക് എത്തിക്കുവാൻ കടയിൽ നിന്ന് വരാൻ സാധിക്കാത്തതിനാൽ മകളുടെ പഠനമെന്ന സ്വപ്നവും മുടങ്ങുന്നു. എൻ്റെ മകള് മാടപ്പീടിയ മാനവ് സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിക്കുകയാണ്. എൻ്റെ മകള് വീൽ ചെയറിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യുന്നത്. ഇതിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മാഹി മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ആകെ റോഡുമായിട്ട് 200 മീറ്ററിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴി കംപ്ലീറ്റ് റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അലാകായിട്ടുള്ളത്. വണ്ടി 2 തവണ പഞ്ചറായിട്ട് ആ കുട്ടികളെയും കൊണ്ട് വരാത്തൊരു ബുദ്ധിമുട്ടാണ് ഡ്രൈവർക്ക് ഉണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ജോലിക്ക് വരെ പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണുള്ളത്. ഈ റോഡൊന്ന് താർ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കാര്യവും നടക്കുമായിരുന്നു, മകളെ സ്കൂളിലേക്ക് പോക്ക് അതും നടക്കുമായിരുന്നു. ആകെ വീൽ ചെയറിൽ അങ്ങനെ വന്നിട്ട് ഇവിടത്തേക്ക് വരെ കൊണ്ടുവരണം, അല്ലെങ്കിൽ കുട്ടീനെയും തട്ടിയിട്ട് റോട്ടുമിലേക്ക് വരേണ്ട അവസ്ഥയിലാണുള്ളത്. ഈ റോഡുമായി ബന്ധപ്പെട്ട് കഴിയുന്ന 15ഓളം കുടുംബങ്ങളുമുണ്ട്. അതിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളും പ്രായമായവരുമുണ്ട്. ഒന്ന് ആശുപത്രിയിൽ പോവാൻ റോഡുണ്ടായിട്ടും വീട്ടുമുറ്റത്ത് വാഹനമെത്താത്തതിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണിവർ. റോഡൊന്ന് കുണ്ടും കുഴികളും അടച്ച് ടാർ ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ സഫാനയുടെ പഠനത്തിനും നാട്ടുകാരുടെ ബുദ്ധിമുട്ടിനും പരിഹാരമായേനെ. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ റോഡ് ഈ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. നമ്മളിപ്പോൾ ആൾക്കാർ നടക്കാൻ പോലും ഉപയോഗിക്കാത്തൊരവസ്ഥയാണ് ഇതുള്ളത്. 1 വർഷം മുമ്പേ മാഹി MLAക്ക് ഈ പരിസരത്തുള്ള ആളുകളെല്ലാം ഒപ്പിട്ടിട്ട് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കഴിഞ്ഞ ഏപ്രിലാണ് അത് കൊടുത്തത്. പക്ഷെ അതിന് ഒരു മറുപടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതിൻ്റെ കോപ്പിയും വെച്ച് ഇപ്പം കഴിഞ്ഞ 7-ാം തീയതി അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോപ്പി ഗവർണർക്കും മുഖ്യമന്ത്രിക്കെല്ലാം അത് മെയിലുമായും അയച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും അതിൻ്റെ യാതൊരു മറുപടിയോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനെ കൊണ്ടാണ് ഇപ്പോൾ കുട്ടീനെ എടുത്തിട്ട് തൂക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യണം. ആ പെൺകുട്ടിയെ കൊണ്ട് തന്നെ അവൻ തന്നെ തിരിച്ച് ജോലി ഉപേക്ഷിച്ചിട്ട് അവരിവിടെ വന്നിട്ട് ഈ കുട്ടീനെ എടുത്തിട്ട് പോകേണ്ട ഒരു അവസ്ഥയല്ല. അതും കൂടാണ്ട് സുഖമില്ലാണ്ട് സ്ട്രോക്ക് വന്നിട്ട് കിടക്കുന്ന ഒരാളുണ്ട്. അയാൾക്കാണെങ്കിൽ വടി കുത്തിയിട്ട് കിടക്കാനും ഇതിനും പോകാനും വരാനൊന്നും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളത് ഇവിടെ. MLA ഇടപെട്ട് എത്രയും പെട്ടെന്ന് തൻ്റെ പ്രശ്നങ്ങൾ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിൽ കണ്ണും നട്ടിരിക്കുകയാണ് സഫാന.